തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയമാണ് CPM ഉണ്ടായിരിക്കുന്നത്. പരാജയത്തിന് പിന്നാലെ CPM-നകത്തും ഘടകകക്ഷികൾക്കകത്തടക്കം വലിയ മുറുമുറുപ്പുണ്ട്. CPM-ന്റെ ചില നേതാക്കന്മാരുടെ, അതായത് പിണറായി വിജയനും മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും അവരുടെ ജനങ്ങളോടുള്ള സമീപനമാണ് പരാജയത്തിന്റെ ആക്കം കൂട്ടിയതെന്നാണ് പാർട്ടി നേതാക്കന്മാർ തന്നെ പറയുന്നത്. എങ്ങനെ വിലയിരുത്താം നമുക്കതിനെ? അത് മാത്രമല്ല, ഇന്ന് മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട് പാർട്ടി ഈ തോൽവിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന്. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഇപ്പോൾ പാർട്ടി മനസ്സിലാക്കുകയാണ്. പിന്നെ മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതും പ്രതികൂലമായി ബാധിച്ചു എന്ന് വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, കാലുവാരലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ CPM അക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ തോൽവിക്ക് ശേഷമാണ് ഇവർ ഇതെല്ലാം സമ്മതിക്കുന്നത്. ഇതിനു മുന്നേ നമ്പർ 1 കേരളത്തിൽ ദരിദ്രരില്ല, ഒരു കുറവുമില്ലാതെ വളരെ സമ്പന്നമാണ് കേരളം എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ തോറ്റമ്പി കഴിഞ്ഞപ്പോൾ ആണ് അവർക്ക് ആ തിരിച്ചറിവുണ്ടാകുന്നത്. എന്തായാലും ഇങ്ങനെ അഹങ്കരിച്ച് നടക്കരുതായിരുന്നു എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക പോലെയുള്ള ഒരു നടപടിക്കും പാർട്ടി മുതിർന്നില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? കുറ്റം തെളിയട്ടെ, അപ്പോ ബാക്കി കാര്യങ്ങൾ നോക്കാന്ന്, ഒരു ഉളുപ്പുമില്ലാതെ. അതേസമയം ഇപ്പുറത്ത് കോൺഗ്രസിൽ എന്തായിരുന്നു നടന്നത്? ആരോപണം വന്നപ്പോ തന്നെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. കൂടുതൽ പരാതി വന്നു, അപ്പോൾ എന്ത് ചെയ്തു? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. VD സതീശൻ മാതൃകയായി. അപ്പോ ഇവരെന്താ ചെയ്തത്? എന്നിട്ടും കോൺഗ്രസിനെ ആക്രമിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്ത് പറഞ്ഞിട്ടാ? വോട്ട് ചെയ്ത് വന്ന പിണറായി എന്താ പറഞ്ഞത്? സ്ത്രീലമ്പടന്മാരുടെ കോൺഗ്രസ് എന്ന്. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി പറയേണ്ട വാക്കുകളാണോ ഇതൊക്കെ? അതും ഇത്രയും മാതൃകാപരമായി കോൺഗ്രസ് നടപടി എടുത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണെന്ന് ഓർക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ സ്ത്രീലമ്പടന്മാർ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാക്ക് പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ, ഈ റിസൾട്ട് വന്ന ഉടനെ MM മണി, അതായത് CPM-ന്റെ മുതിർന്ന നേതാവാണ്, പറയുന്നത് വായിൽ വരുന്നത് കേട്ടാൽ ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയാണ് പറഞ്ഞത്. എന്തായിരുന്നു? ഞങ്ങൾ തന്ന പെൻഷനും വാങ്ങിച്ച് തിന്നും കൊണ്ട് ഞങ്ങളെ പറ്റിച്ചെന്ന്. ഉളുപ്പുണ്ടോ ഇവർക്ക് ഇത് പറയാൻ? അടുത്ത നേതാക്കന്മാർ തുടങ്ങി, ഞങ്ങൾ തന്ന പൊതിച്ചോറും തിന്നുകൊണ്ട് പോയി, പക്ഷെ എന്നാലും ഞങ്ങൾ നാളെയും പൊതിച്ചോറ് തരും. ഇവരൊക്കെ ഇതൊക്കെ പറയുന്ന ജനങ്ങളോട് ഇവർ എന്താണ് പറയുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അവരത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ ഈ കൊടുക്കുന്നതൊന്നും AKG സെന്ററിൽ നിന്നോ CPM-ന്റെ പാർട്ടി ഫണ്ടിൽ നിന്നോ ഒന്നും അല്ല, ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതിന് നികുതി പണം. ഇത് CPM-ന് അവകാശപ്പെട്ടതല്ല. അത് യഥാർത്ഥത്തില് അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട സാധനം. ഇവരെ ഇവിടെ അധികാരത്തിൽ ഏറ്റിയിരിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം അവര് പറയുന്നത് ഇതൊക്കെ കൊടുത്തത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് വടിവാളുമേന്തി പ്രകടനം, പാനൂരില് പ്രകടനം. ഇതൊക്കെ കണ്ട ജനങ്ങൾ എങ്ങനെയാണ്? പണ്ടത്തെ കാലമല്ല ഇത് കണ്ടിട്ട് ആവേശം കൊള്ളാൻ. കാരണം ഇത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ജനങ്ങളിലും, പാനൂരിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല അത്. ഗാന്ധിയുടെ സ്തൂപം തകർത്തു കഴിഞ്ഞ ദിവസം. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ പോലെ ജനങ്ങളെ വിഡ്ഢിയാക്കി കുറെ ക്യാപ്സ്യൂളുകളുമായി കുറെ സഖാക്കന്മാരെ ഇറക്കി വിട്ട് ആ ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ ജനങ്ങളെ പറ്റിക്കാനോ ഇനി CPM-ന് കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇന്നിപ്പോ പുതിയ ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് BJP തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഈ വോട്ട് ഇവർക്ക് നഷ്ടപ്പെട്ടതെന്ന്. വോട്ട് നഷ്ടപ്പെട്ടത് ആർക്ക്? LDF-ന്. തിരുവനന്തപുരം ആരുടെ കയ്യിലായിരുന്നു? LDF-ന്റെ കയ്യിൽ. LDF-ന്റെ കയ്യിലായിരുന്ന തിരുവനന്തപുരം BJP-ക്ക് കൊടുത്തത് UDF ആണ് എന്ന് പറയുന്ന പൊട്ടന്മാരാണ് ഇപ്പോൾ ഈ CPM-ൽ LDF-ലുള്ളത്. LDF ഇരുന്നത് UDF ആണ് എടുത്ത് BJP-ക്ക് കൊടുത്തത്, അല്ലെങ്കിൽ BJP ആണ് എടുത്ത് UDF-ന് കൊടുത്തത് എന്ന് വാദിക്കാൻ മാത്രം മണ്ടന്മാരും ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരുമായുള്ള അണികളുമാണ് CPM-ന് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിക്കുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും 80 സീറ്റിൽ UDF ഇപ്പോൾ നിലഭദ്രമാക്കിയിരിക്കുന്നു. CPM-ന്റെ പൊന്നാപുരം കോട്ടയിലെല്ലാം കോൺഗ്രസ് കടന്നു കയറി. അതായത് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം വലിയ രൂപത്തിൽ വോട്ടായി മാറിയിട്ടുണ്ട്.
അന്തം കമ്മികൾ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തു, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന CPM ഇപ്പോൾ അത് ഉൾക്കൊണ്ടേ മതിയാകും എന്ന രൂപത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ MM മണിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഇനി പ്രസ്താവന നടത്തുമ്പോൾ അത് കോൺഗ്രസിന് കൂടുതൽ കരുത്താകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പഴയ കാലത്ത് ആകാശവാണിയിൽ വാർത്ത കേൾക്കുന്ന കാലമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ 90 വയസ്സ് ആളുകൾ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ MM മണിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ CPMന് 4 വോട്ട് കുറയുകയല്ലാതെ കൂടുന്ന പ്രശ്നമില്ല. അതുപോലെ പരാജയപ്പെട്ട CPM തോറ്റ് തുന്നം പാടിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റായിരുന്നു, നാളെയും ഞങ്ങൾ പൊതിച്ചോറ് വിതരണം തുടരും, ഈ തോൽവി ഞങ്ങൾക്ക് പുത്തരിയല്ല. പിന്നെന്താ, ചെഗുവേര ഫിഡൽ കാസ്ട്രോയോട് പറഞ്ഞു, ഇത് നിരന്തരമുള്ള ഞങ്ങൾ രക്തദാനം ചെയ്യും. അപ്പൊ അടുത്തൊരു കമന്റ് എന്താണെന്ന് അറിയുമോ? വടിവാളുമായിട്ട് ഇറങ്ങിയത് ദാനം ചെയ്യാനുള്ള രക്തം ശേഖരിക്കാനാണെന്ന്. ഇവരെ വിചാരം പൊതിച്ചോറ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചു കൊടുക്കുന്ന പൊതിച്ചോറ്. അതെ, ഇവര് AKG സെന്ററിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കി അതില് പാകം ചെയ്യുന്ന ഭക്ഷണമാണോ ഇവര് ഹോസ്പിറ്റലിൽ? അല്ല, സാധാരണക്കാരായ കോൺഗ്രസ്സുകാരനെയും മുസ്ലിം ലീഗുകാരനെയും BJP-കാരനെയും എല്ലാം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നത്. എല്ലാവരും ഭക്ഷണം കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ പോയിട്ട് പൊതിച്ചോറ് നാളെ നിങ്ങൾ തരണമെന്ന് പറയുമ്പോൾ ഇല്ല, DYFIക്ക് പൊതിച്ചോറ് കൊടുക്കാൻ ഞങ്ങൾ തരില്ല എന്ന് ഏതെങ്കിലും ഒരു വേറെ ആരെങ്കിലും പറയൂ? പറയില്ല. അപ്പൊ പലരുടെ കൈകളിൽ നിന്നുള്ള ചോറ് എടുത്തു കൊണ്ടുപോയി അവിടെ കൊണ്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നു. അതിന് അവരുടെ ഏതോ കുത്തക അവകാശമായിട്ടാണ് അവർ പറയുന്നത്. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തൽ ആദ്യത്തെ ഷോക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അടുത്ത ഷോക്ക് നൽകാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അതിലേറ്റവും CPMന്റെ പൊന്നാവരം കോട്ടകളെല്ലാം തകർന്നടിഞ്ഞു. ഒരു കാലത്തും എല്ലാ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ച 2010-ലും CPMനെ ചേർത്ത് നിർത്തിയ കൊല്ലം കോർപ്പറേഷനിൽ അവർ അപ്രസക്തരായി. കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ട കേവലം 3-4 സീറ്റുകൾക്ക്. കണ്ണൂർ കോർപ്പറേഷനിൽ CPMന്റെ സീറ്റ് നില കുറഞ്ഞു. 8 പഞ്ചായത്തുകളാണ് CPM ഭരിച്ച 8 പഞ്ചായത്തുകളാണ് CPMന് കണ്ണൂരിൽ നഷ്ടപ്പെട്ടത്. എറണാകുളത്ത് CPM സംഭൂജിരായി മാറി. കോട്ടയം CPM സംഭൂജിരായി മാറുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് CPMന് നഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ വലിയ പരാജയം. അവർക്ക് ആശ്വാസം എന്ന് പറയാൻ കഴിയുന്ന തിരുവനന്തപുരം ജില്ലയിലെ നഗരസഭകൾ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വലിയ ദയനീയമായ പരാജയം ആണ് CPM ഉണ്ടായിട്ടുള്ളത്. 540ഓളം പഞ്ചായത്തുകളാണ് കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ കോൺഗ്രസ് ഭരിക്കുന്നു. നഗരസഭകൾ CPM ജയിച്ചതിനേക്കാൾ ഇരട്ടി നഗരസഭകൾ. എറണാകുളം ജില്ലയിൽ ഒരു നഗരസഭയിലും CPMന് ഭരണമില്ല. മലപ്പുറത്ത് പൊന്നാനി നഗരസഭ വെച്ച് ബാക്കി എല്ലാ നഗരസഭയും CPM നഷ്ടമായിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി നഗരസഭ വെച്ച് ബാക്കി ഒരു നഗരസഭയിലും CPMന് ഭരണമില്ല. ആ ദയനീയ കൊയിലാണ്ടിയും വടകരയും ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ കടന്നുകയറ്റം. ഇത്തരത്തിൽ അതിദയനീയമായ പരാജയം ഉണ്ടായിട്ട് പോലും CPM, പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം, CPMന്റെ അണികൾ ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ തോറ്റു എന്നത്. അത് പണ്ട് വടകരയിലെ തോൽവി പോലും അംഗീകരിച്ചില്ല. അവർ വിചാരിച്ചു രമ ഇപ്പോൾ വേറെ എന്തോ രൂപത്തിൽ ആണ് MLA ആയി നടക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തെ തോൽവി അവർക്ക് അംഗീകരിക്കാനുള്ള മനസ്സ് വന്നില്ല. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം, മാത്യു കൊൽനാടാണെന്ന് തോന്നുന്നു, ഞങ്ങൾ ജയിച്ചതിലല്ല ഞങ്ങൾക്ക് പ്രയാസം, CPMനെ ഈ തോറ്റു എന്ന് പറഞ്ഞ് അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതാണ് ഏറ്റവും ഞങ്ങൾക്കുള്ള പ്രയാസകരമായ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായുള്ള സ്വാധീനമാണ് എപ്പോഴും ഉണ്ടാവുക എന്ന് പറയുമല്ലോ. പക്ഷേ ഇപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രാദേശികമായ ഈ ചടങ്ങുകളിലായാലും വീടുകളിൽ ഈ കുടുംബ സന്ദർശനങ്ങളെല്ലാം നടത്തുന്നതിൽ മുന്നിൽ ഈ CPMകാരായിരുന്നു മുന്നിൽ. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ജനങ്ങളെല്ലാം, അതുകൊണ്ടാണല്ലോ മുൻ തവണയും ഈ UDFിനെക്കാളും പ്രാധാന്യം LDFന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാകുന്ന ഭരണവിരുദ്ധ വികാരത്തിലുപരി ജനങ്ങളിൽ നിന്നും ജനമനസ്സുകളിൽ നിന്നും ഈ CPMഉം LDFും എല്ലാം അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ? തീർച്ചയായും 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം CPM വീടുകളിൽ സമ്പർക്കം നടത്തുന്ന പോലെ കോൺഗ്രസ് സമ്പർക്കം നടത്താറില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ സമ്പർക്കവും വേണ്ട, ഒന്നും വേണ്ട, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ ആദ്യത്തെ തെളിവ് വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ തെളിവ് 6 മാസത്തിനകമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും.